രാവിലെ ഒരു 9 മണിയോടുകൂടി ഞങ്ങൾ എറണാകുളത്ത് നിന്നും 4 പേരടങ്ങുന്ന സംഘമാണ് ഇത്തവണ പറമ്പിക്കുളത്തെ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് പുറപ്പെട്ടത്. ഏകദേശം ഒരു 3 മണിക്ക് മുൻപായിട്ട് അവിടെ എത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയത്. ഞങ്ങൾ ഇവിയിലായതുകൊണ്ട് അത് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു സമയം നമുക്കവിടെ കുറച്ച് കൂടുതലായിട്ട് എടുത്തിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2 മണിയോടുകൂടി ഞങ്ങൾ സേതുമോട്ട ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യുകയും ചെയ്തിരുന്നു. സേതുമോട്ട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 2 കിലോമീറ്റർ മുന്നിലേക്ക് വന്നപ്പോൾ വലത് സൈഡിലായിട്ട് ഒരു ആനയും ഒരു ആനക്കുട്ടിയും കൂടെ നിൽക്കുന്ന കണ്ടു. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്ന് അതിനെ കാണുകയുണ്ടായി. നല്ലൊരു സൈറ്റിംഗ് ആയിരുന്നു. റോഡിൽ തന്നെ എലിഫൻറ്റ് ക്രോസിങ് ഏരിയയുടെ ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാധാരണ ഈ ഭാഗങ്ങളിൽ ആനയെ സ്പോട്ട് ചെയ്യാറുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ അതിനെ വാച്ച് ചെയ്ത് നിന്നു. അപ്പോഴേക്കും പുറകിന് വന്ന വണ്ടികൾ കുറേയൊക്കെ നിർത്തിയിട്ട് റോഡ് ബ്ലോക്ക് ആവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ അധികം നിന്നില്ല. അപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മുന്നിലേക്ക് പോയി. കാരണം ഇതൊരു ടൈഗർ റിസർവാണ്, ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അധിക സമയമൊന്നും നമുക്കങ്ങനെ സ്പെൻഡ് ചെയ്യാനോ പുറത്തിറങ്ങി നിൽക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു ഏരിയ ആണ്. തമിഴ്നാട് ഭാഗത്തെ കാടിനൊക്കെ കഴിഞ്ഞ തവണ വന്നതിൽ കൂടുതൽ കുറച്ചുകൂടെ പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് 2-3 മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാവാം. ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് 2024 മെയ് മാസം 12-ാം തീയതിയാണ്. ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ബസ്. ഈ ബസ്സിലാണ് നമ്മൾ സഫാരി നടത്തുന്നത്. ഏകദേശം 40 സീറ്റോളം വരുന്ന ബസ്സാണിത്. ഇത് ആനപ്പാടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 400 രൂപയാണ് ഇതിൻ്റെ ഒരു ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഓൺലൈനിലൂടെ എടുക്കാമെന്ന് തോന്നുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ സഫാരി തുടങ്ങി ആദ്യം തന്നെ ഒരു 100 മീറ്റർ മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു വലിയൊരു മാൻകൂട്ടത്തെയാണ് ആദ്യമായിട്ട് സൈറ്റിംഗ് കിട്ടിയത്. നമ്മൾ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. ഹലോ എവരിവൺ, പ്ലാനറ്റ് എർത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പറമ്പിക്കുളം എക്സ്പ്ലോറേഷൻ്റെ 2ാമത്തെ ട്രിപ്പായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നാളെ നമ്മൾ ബിയർ പാത്ത് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 3 മണിയോടുകൂടി ആനപ്പാടി വന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് സഫാരിയിൽ പങ്കെടുക്കാൻ പറ്റി. അങ്ങനെ ലാസ്റ്റ് സഫാരിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള തുണക്കടവ് ഡാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വരുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് ആനിമൽ സൈറ്റിംഗ് ഉണ്ടായിരുന്നു. ആനയെ കണ്ടായിരുന്നു, ആ ഒരു ആനയൊരു കുട്ടിയാനായിട്ട് കണ്ടിരുന്നു. അതുപോലെ തന്നെ കുറച്ച് മാനുകളും സ്പോട്ടഡ് ഡിയറും ഒക്കെ നമ്മൾ ഈ ഒരു ട്രിപ്പിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു യാത്ര ഏകദേശം ഒരു 3 മണിക്കൂറോളം നീളുന്നൊരു യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 5 സ്പോട്ടോളം ഇവർ പറയുന്നുണ്ട്. ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ പത്മ ട്രക്കിന് വന്ന സമയത്ത് തന്നെ നമ്മൾ കന്നിമര ടീക്കിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പോട്ട് ഉൾപ്പെടെ ഒരു 5 സ്പോട്ടിലേക്ക് നമ്മളെ അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടുകളിലേക്ക് ഇനി പോവുകയാണ്. ഇന്ന് മൊത്തം ഒരു ക്ലൗഡി ആയിട്ടുള്ള ഡേ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആനിമൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അധികം ചൂടോ കാര്യങ്ങളോ ഇന്ന് ഇല്ല. അങ്ങനെ നമ്മൾ ഈ ഒരു സഫാരിയുടെ 2ാമത്തെ സ്പോട്ടായിട്ടുള്ള കന്നിമരത്തേക്കിനടുത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ തേക്കാണിത്. 40 മീറ്ററോളമാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ 470 വയസ്സോളം പ്രായവും ഉണ്ട് ഈ ഒരു തേക്കിന്. 1994-95 കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മഹാവൃക്ഷ പുരസ്കാരവും ഈ ഒരു തേക്കിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വലിയൊരു ആനക്കൂട്ടത്തെ കണ്ടു. ഏകദേശം 10-15ഓളം ആന വരുന്നൊരു കൂട്ടമായിരുന്നു അത്. പക്ഷേ നമുക്ക് മരങ്ങൾക്കിടയിലൂടെ ആയതുകൊണ്ട് വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. ക്യാമറയിലേക്ക് പകർത്താനായിട്ട് കഴിഞ്ഞത് 1-2 ആനകളെ മാത്രമാണ്. ഈ സഫാരിക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും നല്ല സൈലൻ്റ് ആയിട്ടിരുന്ന് മാത്രം ഈ സഫാരി പങ്കെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ പലതും മിസ്സാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മൃഗത്തിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളവിടെ നിർത്തി അതിനെപ്പറ്റി ഒരു വിവരണവും കൂടെ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്തും എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുക. കാരണം മാക്സിമം ചിലപ്പോൾ അടുത്തൊക്കെ ആയിരിക്കും മൃഗം നിൽക്കുന്നത്. എല്ലാവരുടെ ഒച്ചയും ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് പാനിക്കായിട്ട് ഓടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു സഫാരിയുടെ 3ാമത്തെ സ്പോട്ടിലേക്കാണ് വന്നിട്ടുള്ളത്.
തുണക്കടവ് ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. അതായത് കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് കയറിയതിന് ശേഷം അവിടെ ഒരു വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഡാം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് വരുന്നൊരു വ്യൂ പോയിൻ്റാണ് വാലി വ്യൂ പോയിൻ്റ്. അത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അവിടെ വിദൂരതയിലേക്കുള്ള മലകളും മലഞ്ചെരുവുകളൊക്കെ കാണുന്ന നല്ലൊരു കാഴ്ചയാണ്. അത് മാത്രമല്ല, ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുന്നുണ്ട്, ചെറിയൊരു ഫോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമയം ഒരു 4:30 ആയതേ ഉള്ളൂ. നല്ല ക്ലൗഡി ആയതുകൊണ്ട് തന്നെ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. മ്ലാവും അതുപോലെ കാട്ടുപോത്തും ഒക്കെ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ ഒന്ന് പെടുകയുണ്ടായി. അവിടെ 2 മ്ലാവ് കിടപ്പുണ്ട്. അതിനടുത്ത് തന്നെ ഒരു മയിൽ നൃത്തം ആടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറമ്പിക്കുളം കാട്ടിൽ ഒരുപാട് മയിലുകളുണ്ട്. നമുക്ക് എവിടെ നോക്കിയാലും മയിലിനെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ കാട്ടുപോത്തും ഏറ്റവും കൂടുതലുള്ളത് പറമ്പിക്കുളം കാടുകളിലാണ്. ഈ ഒരു വൈൽഡ് ലൈഫ് സഫാരിയുടെ, അതായത് പറമ്പിക്കുളം നാഷണൽ പാർക്കിൻ്റെ വൈൽഡ് ലൈഫ് സഫാരിയുടെ ഏറ്റവും ലാസ്റ്റ് വ്യൂ പോയിൻ്റാണ് നമ്മളുള്ളത്. അതായത് പറമ്പിക്കുളം ഡാമിലാണ്. അതായത് പറമ്പിക്കുളത്ത് ഈ ഒരു ടൈഗർ റിസർവിനകത്ത് മൊത്തത്തിൽ 3 ഡാമാണുള്ളത്. അതിൽ ഏറ്റവും വലിയ ഡാമാണ് പറമ്പിക്കുളം ഡാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന നിലയ്ക്ക് ഡാമിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ബാംബൂ റാഫ്റ്റിങ്ങിൻ്റെ ഒക്കെ കുറേ സാധനങ്ങളൊക്കെ താഴെ കാണാം. അതുപോലെ തന്നെ കൂടുതൽ ആനിമൽ സൈറ്റിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണെന്നാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് സമയത്തുകൊണ്ട് ഒരു 5-10 മിനിറ്റ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആനയൊക്കെ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു, ഓപ്പോസിറ്റ് കരക്കിലൊക്കെ. പക്ഷേ നമ്മളൊരു 5 മിനിറ്റായിട്ട് ഇവരൊന്നിനെയും കണ്ടിട്ടില്ല. പക്ഷേ വരുന്ന വഴിയൊക്കെ നമുക്ക് ആനിമൽ സ്പോട്ടിങ് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 11 ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കൂട്ടം ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു സഫാരി ഒരു 3.5 മണിക്കൂർ നീളുന്ന ഒരു സഫാരിയാണ്. ഈ ഒരു സഫാരിയിൽ സൈറ്റിങ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടെ വരുന്നവരൊക്കെ ഒന്നുകിൽ ഏർലി മോർണിംഗിൽ വരുന്ന ഫസ്റ്റ് സഫാരീസ് സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ലാസ്റ്റ് സഫാരി 3 മണിക്കാണുള്ളത്. ഈ ഒരു സഫാരി നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. കാര്യം സൈറ്റിങ്സ് കൂടുതലുണ്ടായതുകൊണ്ട്. അതുപോലെ തന്നെ മാനും മയിലും ഒക്കെ ഒരുപാടുള്ള കാടാണ്. അതുകൊണ്ട് കുട്ടികളോട്ടൊക്കെ വന്നാലും കുട്ടികൾക്കൊക്കെ അലൗഡാണ്. ചെറിയ കുട്ടികളാണെങ്കിലും അലൗഡാണ്. ഇതിൽ 40 പേരടങ്ങുന്ന 40 സീറ്റുള്ള കപ്പാസിറ്റിയുള്ള ബസ്സാണ്. ഡ്രൈവർ അത്യാവശ്യം എല്ലാ രീതിയിലും മൈക്കിലൂടെ തന്നെ അനൗൺസ് ചെയ്ത് നമുക്ക് ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് വന്നാലും അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സഫാരി തന്നെയാണിത്. പറമ്പിക്കുളം ഡാം വിസിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിക്കുളം ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ചായയും സ്നാക്സും ജ്യൂസും വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ക്ഷീണമൊക്കെ മാറ്റി എല്ലാവരും ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്ത്, അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവർ ചേട്ടൻ വണ്ടിക്കൊരു റെസ്റ്റ് കൊടുത്തു. വണ്ടി അത്യാവശ്യം നല്ല ഹൈ റേഞ്ച് കയറിയത് കാരണം തന്നെ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് തണുപ്പിക്കാനായിട്ട് ആൾ വിട്ടിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഓഫീസും അത്യാവശ്യം ഫോറസ്റ്റിൻ്റെ ഓഫീസ്, കുറച്ച് ഷോപ്പുകളൊക്കെ നടക്കുന്ന ചെറിയൊരു ജംഗ്ഷനാണ് ഈ പറമ്പിക്കുളം ജംഗ്ഷൻ. ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. ചെറിയൊരു മഴയുണ്ടായതുകൊണ്ട് കോടമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി അത്യാവശ്യം കാട്ടുപോത്തിൻ്റെ സൈറ്റിങ്സ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാട്ടുപോത്തും മാനുകളും ഒക്കെ ഒരുപാട് റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സന്ധ്യ സമയത്ത് കാട്ടിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. അതിനോടൊപ്പം ചെറിയൊരു മഴയും മഞ്ഞും കൂടെയൊക്കെ ആയാലോ
അതിമനോഹരമായിട്ടുള്ള യാത്രയൊക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ സഫാരി തിരിച്ചു പോവുകയാണ്. പറമ്പിക്കുളത്ത് നിന്ന് വീണ്ടും ഒരു 22 കിലോമീറ്റർ ആനപ്പാടിക്ക് വരുന്നുണ്ട്. ഈ ഒരു ദൂരം വേറെ ഇടയ്ക്ക് സ്റ്റോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സന്ധ്യ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേഗത്തിൽ ആൾ തിരിച്ചെത്താനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. പോകുന്ന വഴി കാട്ടുപോത്തിനെയും മാനുകളെയൊക്കെ ഒരുപാട് കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാടും മൃഗങ്ങളും മഞ്ഞും മഴയും ഒക്കെ ആസ്വദിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഈ ഒരു സഫാരി നമുക്ക് തന്നത്. അങ്ങനെ ഏകദേശം ഒരു 6:45 നമ്മൾ തിരിച്ച് ആനപ്പാടിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അതോടുകൂടി നമ്മുടെ ഈ ഇന്നത്തെ ഒരു സഫാരി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സഫാരിയാണ്. കുട്ടികളൊക്കെ ആയിട്ട് വന്നാലും എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈൽഡ് ലൈഫ് സഫാരിയാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. സന്ധ്യയ്ക്ക് ശേഷം നമ്മുടെ വാഹനത്തിൽ ആനപ്പാടിയിൽ നിന്ന് തിരിച്ച് സേതുമടയിലേക്കുള്ള വഴി നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വളരെ പതുക്കെ മാത്രം പോകേണ്ടതാണ്. കാര്യം സന്ധ്യ കഴിഞ്ഞാൽ ആനിമൽ ക്രോസിങ് വളരെയധികം ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ മുന്നിലും മ്ലാവും മാനും അതുപോലെ കാട്ടുപോത്തും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു.